Hi students. നമുക്ക് ഇന്ന് വെക്ടേഴ്സിലെ കുറച്ച് മോഷൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വെക്ടേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മളെ ഫസ്റ്റത്തെ ചോദ്യം നോക്കാം. എ ഹോൾ ഹാസ് എ ഡയമെൻഷൻ ഓഫ് 10, 12 ആൻഡ് 14 മീറ്റർ. അതായത് ഒരു ഹോള് അല്ലേ, അപ്പം അതിൻ്റെ ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ് ആക്കി എടുക്കാം, അതിൻ്റെ വൈ ആക്കി എടുക്കാം, അതിൻ്റെ ഇസഡ് ആക്കി എടുക്കാം. അപ്പം ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ എ ഫ്ലൈ സ്റ്റാർട്ട് അറ്റ് വൺ കോർണർ, ഈ ഒരു കോർണറിൽ നിന്ന് ഫ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡയഗണലി ഓപ്പോസിറ്റ് കോർണർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണത് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്? അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? എക്സ് ഡയറക്ഷനിലേക്ക് അതിൻ്റെ ലെങ്ത്ത് അല്ലേ, ലെങ്ത്ത് ഇപ്പോൾ നമുക്ക് 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 10i എന്ന് വിചാരിക്കുക. 10i ആണെങ്കിൽ വൈ ഡയറക്ഷനിലേക്ക് 12j ആണെങ്കിൽ ഇസഡ് ഡയറക്ഷനിലേക്ക് 14k ആണ്. ഇങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇപ്പം ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെക്ടർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 10 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ പ്ലസ് 14 സ്ക്വയർ. സോ 100, 144, 196. So this will be root of 440. Okay, root of 440. ഇപ്പോൾ റൂട്ട് ഓഫ് 440 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 21 ആണ്. സോ 21 മീറ്റർ ആണ് ആ ഒരു ബോഡിയുടെ എന്ത് വരിക, ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. ഓക്കെ, സോ അതിൻ്റെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, 100 കോപ്ലാനാർ പ്ലേസസ് എന്നല്ല ഫോഴ്സസ് എന്നാണ്. ഈച്ച് ഈക്വൽ ടു 10 ന്യൂട്ടൺ ആക്ട് ഓൺ എ ബോഡി. ഈച്ച് ഫോഴ്സ് മേക്ക് ആൻ ആംഗിൾ ഓഫ് π/50 ഡിഗ്രി വിത്ത് ദ പ്രിസീഡിങ് ഫോഴ്സ്. വാട്ട് ഈസ് ദ റിസൾട്ടൻ്റ് ഓഫ് ദ ഫോഴ്സ്? അതായത് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് നമ്മൾ പറയാറുണ്ട്, ഒരു ഷോർട്ട് കട്ട് പോലെ പറയുന്നതാണ്. അതായത് വെക്ടേഴ്സ് ഓഫ് equal magnitude acting at equal angle will give zero resultant. അപ്പോൾ നോക്കുക, ഒരേപോലെയുള്ള ഒരേ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടർ, ദിസ് എഫ്, ദി എസ്, എഫ്, ദി എഫ് ഇത് 120, 120, 120. ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്താ? 0 ആയിരിക്കും. കാരണം ഈ എഫും 120ലാകുമ്പോൾ റിസൾട്ടൻ്റ് വിൽ ബി എഫ് ഇറ്റ് സെൽഫ് അല്ലേ. പിന്നെ ഈ ഒരു എഫും പിന്നെ ഇങ്ങോട്ടേക്കുള്ള എഫും ആണ്. അപ്പോൾ 180 ഡിഗ്രി വരിക. അപ്പോൾ എഫ് മൈനസ് എഫ് 0. അപ്പോൾ അതേ പോലെ നോക്കുക, ഇത് പി ആണ്, ഇത് പി ആണ്, ഇത് പി ആണ്, ഇത് പി ആണ്, ഇത് 90 ആണ്, ഇത് 90 ആണ്, ഇത് 90 ആണ്, ഇത് 90 ആണ്. പിയും √2p റിസൾട്ടൻ്റ് വരും. ഈ പിയും √2p റിസൾട്ടൻ്റ് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ √2pയും ഓപ്പോസിറ്റ് ആകുമ്പോൾ അതും എന്ത് വരും? 0 വരും. അപ്പം വെക്ടേഴ്സ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആക്ടിങ് അറ്റ് ഈക്വൽ ആംഗിൾ, വെക്ടേഴ്സ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആക്ടിങ് അറ്റ് ഈക്വൽ ആംഗിൾ വിൽ ആൾവേസ് ഗീവ് 0 റിസൾട്ടൻ്റ്. അപ്പോൾ അതൊരു ഷോർട്ട് കട്ട് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അപ്പോൾ ഇവിടെയും അതേ സിറ്റുവേഷൻ അല്ലേ എന്ന് നോക്കൂ അല്ലേ. ഇവിടെ ഒരുപാട് വെക്ടേഴ്സ് ഉണ്ട്, അതെല്ലാം ഇതിൻ്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 10 ന്യൂട്ടൺ ആണ്. ഈച്ച് ആക്ടിങ് π/50 വിത്ത് പ്രൊസീഡിങ് വൺ. വാട്ട് ഈസ് ദ റിസൾട്ടൻ്റ്? ഓക്കെ, റിസൾട്ടൻ്റ് വിൽ ബി 0. അപ്പം ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക, വെക്ടേഴ്സ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആക്ടിങ് അറ്റ് ഈക്വൽ ആംഗിൾ വിൽ ഗിവ് 0 റിസൾട്ടൻ്റ്.
അടുത്ത ചോദ്യം, എ പാർട്ടിക്കിൾ സ്റ്റാർട്ടിംഗ് ഫ്രം ഒറിജിൻ എന്നാണ് ഒരു പാർട്ടിക്കിൾ അതിൻ്റെ മോഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് എക്സ് വൈ, ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 0. മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ XY പ്ലെയിൻ, ഇറ്റ് കോർഡിനേറ്റ്സ് അറ്റ് ലേറ്റർ ടൈം ആർ √3 and 3. അതിങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു അല്ലേ, ഇപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റിൽ ഇപ്പോൾ എക്സ് √3 ആണ്, വൈ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, ഇങ്ങനൊരു പോയിന്റിലാണത് ലൊക്കേറ്റ് ചെയ്തത്. പാത്ത് ഓഫ് ദ പാർട്ടിക്കിൾ മേക്സ് എൻ ആംഗിൾ വിത്ത് എക്സ് ആക്സിസ്. അപ്പോൾ ഈ തീറ്റ എന്താണ്, എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? അപ്പം ഈ ഒരു വെക്ടർ എ ആണെങ്കിൽ, ദിസ് വെക്ടർ എ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതാം, അതിനെ AXI + AYJ എന്ന് എഴുതാം. ഓക്കെ, സോ AX എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് എത്രയാണ്, √3i + AY എന്ന് പറഞ്ഞാൽ എന്താണ്, 3j. ഓക്കെ, അപ്പം ഈ ഒരു തീറ്റ കാണണമെങ്കിൽ ഇത് 3 ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡും എന്തായിരിക്കും, 3 അല്ലേ. അപ്പോൾ ഇത് 3 ആണെങ്കിൽ ഇതും 3 ആയിരിക്കും, ഇത് √3. ഈ ട്രയാങ്കിളിൽ നിന്ന് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയേ, ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ 3/√3, 3/√3 എന്ന് പറഞ്ഞാൽ √3 ആണ് ആൻസർ. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് √3. ടാൻ ഇൻവേഴ്സ് √3 എത്രയാണ്, 60 ഡിഗ്രി. അപ്പം ഈ ഒരു ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടോ? മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, getting it? അടുത്തത്, given vector A is equal to 2i + 3j, the angle between A and Y axis. ഇങ്ങനെയാണ്. അപ്പം ഈ വെക്ടറിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? വെക്ടറിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? A is equal to 2i അല്ലേ. അപ്പോൾ എക്സ് ഡയറക്ഷനിലേക്ക് 2ഉം വൈ ഡയറക്ഷനിലേക്ക് 3യും. സോ ഇതായിരിക്കും നമ്മളുടെ ആ ഒരു വെക്ടർ. A is equal to 2i + 3j. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദിസ് വെക്ടർ വിത്ത് വൈ ആക്സിസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദിസ് വെക്ടർ വിത്ത് വൈ ആക്സിസ്. അപ്പം ഇതാണ് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഈ തീറ്റയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡും എന്താണ്, 2 ആയിരിക്കും. അപ്പോൾ ഇത് 3 ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡും 3 എന്ന് പറയുന്ന മാതിരി. ഈ ട്രയാങ്കിളിൽ നിന്ന് ടാൻ തീറ്റ, നമ്മൾ ഓപ്ഷൻ സൈൻ്റെ കേസിലോ അല്ലെങ്കിൽ ടാൻ്റെ കേസിലോ നോക്കാം. അപ്പം ടാൻ്റെ കേസിലാണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയാൽ, ടാൻ തീറ്റ കാരണം സൈൻ എടുക്കുകയാണെങ്കിൽ ഹൈപ്പോട്ടനസ് എടുക്കണം, അപ്പോൾ അതിൻ്റെ റൂട്ടൊക്കെ എടുക്കണം. അപ്പോൾ ടാൻ എടുത്ത് നോക്കാം. ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് സൈനിലേക്ക് പോവാം. അപ്പോൾ ഓപ്ഷൻ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്താ 2, അഡ്ജസൻറ്റ് സൈഡ് എന്താ 3. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2/3. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ, ഓപ്ഷൻ ഉണ്ട്. തീറ്റ ടാൻ ഇൻവേഴ്സ് 2/3. ടാൻ ഇൻവേഴ്സ് 2/3 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഗെറ്റിംഗ് ഇറ്റ്? ടാൻ ഇൻവേഴ്സ് 2/3 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. The unit vector along vector I plus vector j. Unit vector along vector I plus vector j. നമുക്കറിയാം ഒരു വെക്റ്റർ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ദ വെക്റ്റർ ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ ആണ്. ഓക്കെ, സോ യൂണിറ്റ് വെക്റ്റർ ഇസ് ഈക്വൽ ടു വെക്റ്റർ ബൈ മോഡുലസ് ഓഫ് ദ വെക്റ്റർ ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്റ്റർ ആണ്. സോ ഇവിടെ വെക്റ്റർ എന്താണ്, I + j ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ √(1² + 1²). കാരണം അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ജെൻ്റെ കോഎഫിഷ്യൻറ്റും 1 ആണ്. സോ വെക്റ്റർ I + വെക്റ്റർ j / √2 ആയിരിക്കും ആൻസർ വരിക. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? വെക്റ്റർ I + വെക്റ്റർ j / √2. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. With respect to rectangle Cartesian coordinate system, there are three vectors expressed as A equal to 4i
minus j, b equal to minus 3i plus 2j, c equal to minus k. I, j, k are unit vectors along s, y and z axis respectively. The unit vector are along the direction of sum of these vectors. അപ്പം a plus b plus c കാണുകയാണെങ്കിൽ അപ്പോൾ ഫോർ ഇത് ഐയും ജെയും മറ്റത് ഐയും ജെയും ഇവിടെ കെ മാത്രം, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 4i minus 3j അല്ലേ. അപ്പോൾ അതായത് ഐ മൈനസ് ജെ പ്ലസ് 2j എന്ന് പറയുമ്പോൾ പ്ലസ് ജെ എന്ന് വരും അല്ലേ. ഇത് പിന്നെ ആഡ് ചെയ്യുമ്പോൾ ഒരു മൈനസ് കെ വരും. ഇതാണ് നമ്മുടെ ഇതിൻ്റെ മൂന്നിൻ്റെയും സമ്മം. അപ്പം ദ യൂണിറ്റ് വെക്ടർ അലോങ് ദിസ് അല്ലേ, ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ അലോങ് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ സമ്മാണെങ്കിൽ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ വെക്ടർ ബൈ മോഡുലസ് ഓഫ് എസ്. അപ്പോൾ വെക്ടർ എസ് എന്ന് പറഞ്ഞാൽ ഐ പ്ലസ് ജെ മൈനസ് കെ, ഇതിൻ്റെ മോഡുലസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, സോ കാരണം ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് -1 ആണെങ്കിലും സ്ക്വയർ എടുക്കുമ്പോൾ പ്ലസ് വരും. അപ്പം ഐ പ്ലസ് ജെ മൈനസ് കെ ബൈ റൂട്ട് 3 ഈസ് ദ ആൻസർ. ഐ പ്ലസ് ജെ മൈനസ് കെ ബൈ root 3 is the answer. Option A is the right answer. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. ദ സം ഓഫ് ടു യൂണിറ്റ് വെക്ടർ ഈസ് എ യൂണിറ്റ് വെക്ടർ. രണ്ട് യൂണിറ്റ് വെക്ടറിൻ്റെ സം എന്താണ്? ഒരു യൂണിറ്റ് വെക്ടർ ആണ് എങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദെയർ ഡിഫറൻസ്. അപ്പം ഇവിടെ പി എന്ന് പറഞ്ഞാലും ക്യൂ എന്ന് പറഞ്ഞാലും യൂണിറ്റ് വെക്ടർ ആണ് അല്ലേ. ദാറ്റ് ഈസ് പി പ്ലസ് ക്യൂ ആൾസോ യൂണിറ്റ് വെക്ടർ. എങ്ങനെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്? അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്യൂ ഈക്വൽ ടു 1 ആണ് ആൻഡ് പി പ്ലസ് ക്യൂ ആൾസോ ഈക്വൽ ടു 1 ആണ്. അപ്പം ഇത് നമുക്കറിയാം. അതായത് ഇവിടെ പിയും ക്യൂയും പി പ്ലസ് ക്യൂവും ഈക്വൽ ആണെങ്കിൽ, ഇപ്പം മാഗ്നിറ്റ്യൂഡ് എന്തോ ആട്ടെ, പിയും ക്യൂവും പി പ്ലസ് ക്യൂവും ഈക്വൽ ആണെങ്കിൽ അവർ തമ്മിലുണ്ടാകുന്ന ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. വേണമെങ്കിൽ നമുക്കൊരു ഇത് ചെയ്തു നോക്കാം. ഇപ്പോൾ പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു ആർ ഈക്വൽ ടു 1 ആണ്. ആർ എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റ്, പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 ആണ്. അപ്പം തീറ്റ 120 ഡിഗ്രി ആയിരിക്കും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ റൂട്ട് ഓഫ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2 PQ കോസ് തീറ്റ അല്ലേ. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ പി 1 ആണ്, ക്യൂ 1 ആണ്, 2 ഇൻറ്റു പി 1 ആണ്, ക്യൂ 1 ആണ്, കോസ് തീറ്റ ഈക്വൽ ടു 1. സോ 1 + 1 2 പ്ലസ് 2 ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു 1. 2 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 2 + 2 കോസ് തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ 2 കോസ് തീറ്റ ഈക്വൽ ടു 1 - 2 -1. സോ കോസ് തീറ്റ ഈക്വൽ ടു -1/2. കോസ് തീറ്റ -1/2 ആണെങ്കിൽ നമ്മൾ ടേബിൾ ഞാൻ തന്നിട്ടുണ്ട്. അതിൽ ആ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 എടുത്താൽ നിങ്ങൾക്ക് കിട്ടുക 120 ഡിഗ്രി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. അതായത് ഒരേപോലെയുള്ള രണ്ട് വെക്ടേഴ്സ് 120 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന റിസൾട്ടൻറ്റും അത് തന്നെയായിരിക്കും. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഒരു പോലെയുള്ള രണ്ട് വെക്ടേഴ്സ് 120 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന റിസൾട്ടൻറ്റും അത് തന്നെ ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ഇവിടെ ഇവർ തമ്മിലുള്ള ആംഗിൾ എന്താണെന്ന് മനസ്സിലായി. ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് ഈസ് 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അവരുടെ ഡിഫറൻസ്, അതായത് പി മൈനസ് ക്യൂ എന്താണെന്നാണ് ചോദ്യം. പി മൈനസ് ക്യൂ എന്താണ്? അപ്പോൾ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2 PQ കോസ് 120 എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 ആണ്. അപ്പം 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു 1 കോസ് 120. കോസ് 120 എന്ന് പറഞ്ഞാൽ -1/2 ആണ്. സോ 1 + 1 2 ക്യാൻസൽ ചെയ്യും, മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആകും.
സോ √3 ഈസ് ദ ആൻസർ. ഓക്കെ, സോ പിയും ക്യൂവും പി പ്ലസ് ക്യൂവും 1 ആണെങ്കിൽ പി മൈനസ് ക്യൂ എന്ന് പറയുന്നത് √3 ആയിരിക്കും. ഓക്കെ, ഓക്കെ, അപ്പം ഏതോ അവരുടെ ഡിഫറൻസ് എന്തായിരിക്കും? അപ്പോൾ √3 ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 3 forces acting on a body as shown in the figure. To have a resultant force only along y direction, the magnitude of minimum additional force needed. അതായത് ഇങ്ങനെയാണ് വെക്ടർ തന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു 1 ന്യൂട്ടൺ ഉണ്ട്, ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ആണ്, അപ്പോൾ ഇതെന്തായിരിക്കും? 30 ഡിഗ്രിയാണ്. ഇങ്ങനെ ഒരു 4 ന്യൂട്ടൺ ഉണ്ട്, ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇവിടെ ഇതേ ലൈനിൽ ഒരു 2 ന്യൂട്ടൺ ഉണ്ട്. ഓക്കെ, ഇത് 30 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 30. ഇതെന്തായിരിക്കും? 60 ഡിഗ്രി. നമുക്ക് ഫിഗറിന് കണ്ടുപിടിക്കാവുന്നതാണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മിനിമം അഡിഷണൽ ഫോഴ്സ് നീഡ്, അതായത് ടു ഹാവ് ദ റിസൾട്ടൻറ്റ് ഓൺലി അലോങ് വൈ ഡയറക്ഷൻ. അതായത് സിഗ്മ FY എന്ന് പറഞ്ഞാൽ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, 0 ആവണം എന്നില്ല. എന്നാൽ അതാണ് റിസൾട്ടൻറ്റ് ഓൺലി അലോങ് വൈ ഡയറക്ഷൻ. എന്നാൽ സിഗ്മ FX എന്തായിരിക്കണം? 0. അതായത് റിസൾട്ടൻറ്റ് എക്സ് ഡയറക്ഷനിൽ റിസൾട്ടൻറ്റ് എടുക്കുമ്പോൾ എന്തായിരിക്കണം? 0 ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പം ഇതിനെ റിസോൾവ് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ടേക്ക് റിസോൾവ് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ടേക്ക് റിസോൾവ് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ടേക്ക് റിസോൾവ് ചെയ്യുക. അപ്പോൾ സിഗ്മ FX ഷുഡ് ബി ഈക്വൽ ടു 0. അതായത് ഇതിനെ ഇങ്ങോട്ടേക്ക് റിസോൾവ് ചെയ്യുമ്പോൾ 1 cos 60 അല്ലേ, പ്ലസ് ഇതിനെ ഇങ്ങോട്ടേക്ക് റിസോൾവ് ചെയ്യുമ്പോൾ 2 cos 60. ഇതിനെ ഇത് ഇങ്ങോട്ടേക്ക് റിസോൾവ്, ഇത് 30 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 60 ഡിഗ്രി അല്ലേ. അപ്പം ഇത് മൈനസാണ്, കാരണം ഇത് രണ്ടും പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ എടുക്കുന്നത്, ഇത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക്, അതുകൊണ്ട് ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് മൈനസ് അല്ലേ. അപ്പം ഇത് അതായത് 4 cos 60, പിന്നെ ഒരു അഡീഷണൽ ഫോഴ്സും കൂടെ വേണം, എന്നാലേ എന്താവുള്ളൂ? 0 ആവുള്ളൂ. അപ്പോൾ സിഗ്മ FX ഷുഡ് ബി ഈക്വൽ ടു 0. അതായത് സിഗ്മ FY 0 ആണെന്ന് പറയുന്നില്ല, അതായത് റിസൾട്ടൻറ്റ് വൈ ഡയറക്ഷനിൽ ഉണ്ടായിക്കോട്ടെ, എന്നാൽ എക്സ് ഡയറക്ഷനിൽ റിസൾട്ടൻറ്റ് വേണ്ട. അപ്പം ഇത്രയും ആഡ് ചെയ്തിട്ട് നമ്മളൊരു അഡീഷണൽ ഫോഴ്സും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പം ഈ അഡീഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. സോ 1 cos 60, 1 cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, 2 cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, 4 cos 60 എന്ന് പറഞ്ഞാൽ അതും 1/2 ആണ്, പ്ലസ് F ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ 1/2 പ്ലസ് 1 മൈനസ് 4 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് F ഈക്വൽ ടു 0. അപ്പം ഇത് 3/2 വരും, മൈനസ് 2 പ്ലസ് F ഈക്വൽ ടു 0. 3/2 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2. 3/2 എന്ന് പറഞ്ഞാൽ 1.5, മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് F ഈക്വൽ ടു 0. ദാറ്റ് ഈസ് F ഷുഡ് ബി ഈക്വൽ ടു -1/2. F ഷുഡ് ബി ഈക്വൽ ടു -1/2. ഓക്കെ, അപ്പം അതായത് എഫിൻ്റെ -1/2. അപ്പോൾ അഡീഷണലായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്? 0.5 ആണ്. F എന്ന് പറഞ്ഞാൽ -1/2, ഇതിൽ കിട്ടുന്നത് -1/2 ആണ്. നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്? 1/2, അതായത് 0.5 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ മൈനസ് സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തതിൻ്റെ ഒരു ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം അങ്ങനെയാണെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മിനിമം, ദ മാഗ്നിറ്റ്യൂഡാണ്, ഡയറക്ഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് മൈനസ് അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, മൈനസ് ഇൻ ഡയറക്ഷൻ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5. അപ്പോൾ അഡീഷണൽ ഫോഴ്സ് നമ്മൾ ഈ 0.5 കൂടെ ആഡ് ചെയ്താൽ നെറ്റ് എന്തായി കിട്ടും? 0 ആയി കിട്ടും. ഏത് ഡയറക്ഷനിൽ? എക്സ് ഡയറക്ഷനിൽ. സിഗ്മ FY അവിടെ ഉണ്ടായിക്കോട്ടെ. ഇത് നമ്മുടെ റിസൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം നമ്മളിപ്പോൾ പറഞ്ഞതാണ്. 2 forces each of magnitude F have resultant same magnitude F. The angle between the 2 forces. അതായത് F ആണ്, അത് Pയും Qയും Rഉം ഒക്കെ എന്താണ്? F ആണെങ്കിൽ തീറ്റ എന്തായിരിക്കും? 120 ആയിരിക്കും എന്ന് നമ്മളിപ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ. രണ്ടും ഒരുപോലെയുള്ള വെക്ടേഴ്സ് ഒരേ ആംഗിളിൽ 120 ഡിഗ്രിയിൽ ആക്ട് ചെയ്താൽ റിസൾട്ടൻ്റ് അത് തന്നെ കിട്ടും. അടുത്തത് മാക്സിമം ആൻഡ് മിനിമം
magnitude of the resultant of two given vectors are 17 unit and 7 unit. If two vectors are right angle to each other, the magnitude of their resultant. അതായത് രണ്ട് വെക്ടേഴ്സിൻ്റെ മാക്സിമം റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പിയും ക്യൂവും ആണെങ്കിൽ പി പ്ലസ് ക്യൂ ആണ് മാക്സിമം റിസൾട്ടൻ്റ്. അത് എത്ര തന്നിട്ടുള്ളത്? 17 ആണ്. മിനിമം റിസൾട്ടൻ്റ് രണ്ട് വെക്ടേഴ്സ് കൊണ്ട് പിയും ക്യൂവും കൊണ്ടുണ്ടാകാവുന്ന മിനിമം റിസൾട്ടൻ്റ് പി മൈനസ് ക്യൂ ആണ്. അത് എത്ര തന്നിട്ടുള്ളത്? 7 ആണ്. അപ്പോൾ പിയും ക്യൂവും കാണുക, എന്നിട്ട് ഈ പിയും ക്യൂവും 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്താൽ എന്തായിരിക്കും റിസൾട്ടൻ്റ് എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതൊന്ന് ചുമ്മാ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ മൈനസ് ക്യൂ എന്ത് ചെയ്യും? ക്യാൻസൽ ആവും. 2p equal to 17 plus 7 24, then p equal to 24 by 2 എത്രയാ? 12 വരും. അപ്പോൾ പിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 12 കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ ഇപ്പോൾ പി മൈനസ് ക്യൂ എന്ന് പറയുന്നത് 7 അല്ലെങ്കിൽ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് 17 ആണ്. പി എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ 17 മൈനസ് പി അല്ലേ? അപ്പം 17 മൈനസ് 12 അപ്പോൾ എത്രയാണ്? 5. അപ്പം അങ്ങനെ 12 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 7. അപ്പോൾ കറക്റ്റാണ്. അപ്പം ഇത് ഓക്കെ. അപ്പോൾ 12 ആണ് പി, ക്യൂ എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദീസ് ടു വെക്ടേഴ്സ് ആർ അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ, അപ്പോൾ റൈറ്റ് ആംഗിളിലാണ് ഇവർ ആക്ട് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ആണെങ്കിൽ തീറ്റ 90 ഡിഗ്രിയാണ്. അപ്പോൾ റിസൾട്ടൻ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആണ്. സോ റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ആണ്. 144 പ്ലസ് 25 ആണ്. 169 ആണ്. യൂണിറ്റ് 13 ആണ്. എത്രയാണ് വരിക? 13. അപ്പോൾ റിസൾട്ടൻ്റ് എന്താ വരിക? 13 യൂണിറ്റ്. Okay. The following set of three forces are act at a body whose resultant cannot be 0. അതായത് 3 ഫോഴ്സുകൾ ഒരു റിസൾട്ടൻ്റ് തരണമെങ്കിൽ ദേ ഷുഡ് ഫോം എ ക്ലോസ്ഡ് പാത്ത് എന്നാണ് അതിൻ്റെ കൺസെപ്റ്റ്. 3 വെക്ടേഴ്സ് എന്നല്ല, 2ൽ കൂടുതൽ വെക്ടേഴ്സ് നമുക്ക് റിസൾട്ടൻ്റ് തരണമെങ്കിൽ ദേ ഷുഡ് ഫോം എ ക്ലോസ്ഡ് പാത്ത്. അപ്പം 3 വെക്ടേഴ്സ് ആണെങ്കിൽ ദേ ഷുഡ് ഫോം എ ട്രയാങ്കിൾ. അപ്പോൾ അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 സൈഡുകളുടെ സമ്മ് ഗ്രേറ്റർ ദാൻ 3 സൈഡ്സ്, തേർഡ് സൈഡ് ആയിരിക്കണം. 2 സൈഡുകളുടെ സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആണെങ്കിലേ ദേ ഷുഡ് ഫോം എ ക്ലോസ്ഡ് പാത്ത്. അപ്പം അങ്ങനത്തെ കേസ് അല്ലാത്തത് ഏതോ വരുന്നുണ്ട്. അപ്പോൾ 10 10 10, അപ്പോൾ 10 + 10 20, അത് അടുത്ത 10-നേക്കാളും ഗ്രേറ്റർ ആണ്. ഓക്കെയാണ്. 10 + 10 20 അല്ലേ? അപ്പോൾ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ആയാലും കുഴപ്പമില്ല. അപ്പോൾ 10 + 10 20, മൂന്നാമത്തിന് ഈക്വൽ ആണ്. സി നോക്കിയേ, 10 20 അല്ലേ? 10 + 10 എന്ന് പറഞ്ഞാൽ 20 എന്ന് പറഞ്ഞാൽ 30, അത് 23-നേക്കാളും വലുതാണ്. അത് നാലാമത്തത് നോക്കിയേ, 10 20 40 ആണ്. അപ്പോൾ 10 + 20 എന്ന് പറയുന്നത് 30 ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനേക്കാളും ചെറുതാണ് ഏത്? അത് മീൻസ് അതിനേക്കാളും വലുതാണ് എന്ത്? ഫോർത്ത് സൈഡ് 40 എന്ന് പറയുന്നത്. അപ്പം ഒരു ക്ലോസ്ഡ് പാത്ത് അവർ ഫോം ചെയ്യണമെങ്കിൽ the sum of two sides should be greater than or equal to the third side. എന്നാൽ ഇവിടെ ഡി ഓപ്ഷനിൽ അതങ്ങനെ വരുന്നില്ല. അതായത് 10ഉം 20ഉം ആഡ് ചെയ്താൽ നമുക്ക് 30 ആണ് കിട്ടുന്നത്. എന്നാൽ അത് 40-നേക്കാളും ചെറുതാണ്. അങ്ങനെ ആകുമ്പോൾ അവർ ക്ലോസ്ഡ് പാത്ത് ഫോം ചെയ്യില്ല. അപ്പോൾ റിസൾട്ടൻ്റ് എന്താവില്ല? 0 ആവില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റിസൾട്ടൻ്റ് 0 ആവാത്തത്. ഓക്കെ. Two forces, 3 Newton and 2 Newton are acting at an angle theta such that the resultant is R. The first force is now increased to 6 Newton and the resultant become 2R. The value of theta. Right. രണ്ട് വെക്ടേഴ്സ് 3ഉം 2ഉം. ഇപ്പോൾ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 2 അല്ലേ? നമുക്ക് റിസൾട്ടൻ്റ് കോസ് തീറ്റ 6 ആണ്.
അപ്പോൾ ഇതൊന്ന് സ്ക്വയർ ചെയ്താൽ 9 + 4 + 2 × 3 6 × 2 12 cos θ = r² എന്ന് വരും. 9 + 4 13 + 12 cos θ = r² എന്ന് വരും. ഇതിന് ഇക്വേഷൻ 1 ഒന്ന് കൊടുക്കാം. ഇനി എന്താ ചെയ്തത്? ഫസ്റ്റ് ഫോഴ്സ് ഈസ് നൗ ഇൻക്രീസ്ഡ് ടു 6 ന്യൂട്ടൺ. ആദ്യത്തേത് 3 ഉള്ളത് 6 ആക്കി. അപ്പോൾ √6² പ്ലസ് രണ്ടാമത്തെ 2² എന്നതിന് 2 × 6 × 2 cos θ = 2r ആണ്. റിസൾട്ടൻ്റ് എന്താണ്? 2r ആണ്. അപ്പം 36 + 4 + 2 × 6 12 12 × 2 24 cos θ = 2r. 2r എന്ന് അങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 36 + 4 40 + 24 cos θ = 2r സ്ക്വയറിൽ ഇവിടെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് പോവുക ചെയ്യുക. 2r സ്ക്വയർ 4r². ഇത് വേണമെങ്കിൽ ഒന്ന് 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 4. അപ്പോൾ 14 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10. കാരണം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ്. 24 6 വരും. 4r² ഡിവൈഡ് ചെയ്താൽ നമുക്ക് r² വരും. ഇതിന് ഇക്വേഷൻ 2. ഈ രണ്ട് ഇക്വേഷനും നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 അല്ലേ? അപ്പം 13 + 12 cos θ = r² ഒരു സൈഡിൽ വരും. ദെൻ 10 + 6 cos θ = r² മറ്റേ സൈഡിൽ വരും. അപ്പോൾ r² എന്താണ്? 1. അപ്പോൾ ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 13 + 12 cos θ = 10 + 6 cos θ എന്ന് വരും. ഓക്കെ. അപ്പം 12 cos θ - 6 cos θ = 10 - 13 എന്ന് വരും. 12 cos θ - 6 cos θ 6 cos θ. 10 - 13 എന്ന് പറഞ്ഞാൽ -3. Therefore cos θ = -3/6 -1/2. അപ്പോൾ cos θ -1/2 ആണെങ്കിൽ θ cos ഇൻവേഴ്സ് -1/2. cos ഇൻവേഴ്സ് -1/2 എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ്. ഓക്കെ. അപ്പോൾ ആംഗിൾ 120 ഡിഗ്രിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. The sum of two forces acting at a point is 16 Newton. If the resultant force is 8 and the direction is perpendicular to smaller force, then the force are. ഇപ്പോൾ രണ്ട് ഫോഴ്സുകൾ അതിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 16 ന്യൂട്ടൺ ആണ്. ഓക്കെ. ദെൻ അങ്ങനെയാണെങ്കിൽ ഫോഴ്സുകളുടെ വാല്യൂ ഏതൊക്കെയായിരിക്കും? അപ്പം smaller of two force F ആണെന്ന് വിചാരിക്കും. ലെറ്റ് F be the smaller force. ഓക്കെ. അപ്പം ഒന്ന് F ആണ്. അപ്പം മറ്റത് എന്തായിരിക്കും? 16 - F ആയിരിക്കും. ഒന്ന് F ആണ് സ്മാളർ എന്ന് വിചാരിക്കുക. അപ്പം ലെറ്റ് നമുക്കറിയാം ഇപ്പം F സ്മാളർ ആണ്, Q ബിഗ്ഗർ ആണെന്ന് വിചാരിക്കുക. ബിഗ്ഗർ ഫോഴ്സ് Q. അപ്പം F + Q എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ആണ്. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ 16 - F ആണെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ ഈ റിസൾട്ടൻറ്റുകൾ ഫോഴ്സുകൾ ആരൊക്കെയാണ്? 16 - F ആയിട്ടുള്ള Qയും Fഉം ആയിരിക്കും നമ്മളുടെ രണ്ട് ഫോഴ്സുകൾ. പിന്നെ ഹെൻസ് ലാർജർ ഫോഴ്സ് 16 - F ആണ് വലിയ ഫോഴ്സ്. അപ്പം റിസൾട്ടൻറ്റ് 8 ന്യൂട്ടൺ ആണ് അല്ലേ? പെർപെൻഡിക്കുലർ ടു ദ ഫോഴ്സ് വി ക്യാൻ റൈറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ F² + 8² = 16 - F² അല്ലേ? പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. F² + 8² = 16 -
എഫ് അതിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പം ഇതെങ്ങനെ വരുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പം ഇതാണ് സ്മോളർ ഫോഴ്സ് എഫ്, ഇതായിരിക്കും റിസൾട്ടൻ്റ്. ഈ റിസൾട്ടൻ്റ് എഫ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, സോ നമുക്കറിയാം ഈ ഇതിപ്പോൾ നമ്മളുടെ മറ്റേ ഫോഴ്സ്, വലിയ ഫോഴ്സ് ക്യൂ എന്ന് പറഞ്ഞതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ടാൻ ആൽഫ, അതായത് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഈ ചെറിയ ഫോഴ്സ് ഏതാ എഫ് സൈൻ തീറ്റ ബൈ വലിയ ഫോഴ്സ് ഏതാ ക്യൂ പ്ലസ് ചെറിയ ഫോഴ്സ് എഫ് കോസ് തീറ്റ അല്ലേ. അപ്പോൾ നിങ്ങളവിടെ ചിലപ്പം എന്നോ ബിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പം ചെറിയ ഫോഴ്സ് എഫ് സൈൻ തീറ്റ ബൈ വലിയ ഫോഴ്സ് ക്യൂ പ്ലസ് എഫ് കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പം ഇത് ടാൻ 90 ആണ്. മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? ടാൻ 90. ടാൻ 90ൻ്റെ വാല്യൂ എന്താ? നോട്ട് ഡിഫൈൻഡ്, ഇൻഫിനിറ്റി അല്ലേ. കാരണം സൈൻ 90 ബൈ കോസ് 90. സൈൻ 90 0 ആണ്, കോസ് 90 1 ആണ്. സോറി, സൈൻ 90 1 ആണ്, കോസ് 90 0 ആണ്. അപ്പോൾ 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി വരും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ക്യൂ പ്ലസ് എഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ക്യൂ പ്ലസ് എഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എഫ് സൈൻ തീറ്റ ബൈ ഇൻഫിനിറ്റി എന്ന് വരും. അപ്പോൾ 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ക്യൂ പ്ലസ് എഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 0 ആണ്. ദാറ്റ് ഈസ് എഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂ ആണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ക്യൂ ബൈ എഫ് ആണ്. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ റിസൾട്ടൻ്റ് എത്രയാണ്? 8 ആണ്. സോ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 8 is equal to root of f square plus q square plus 2 into f into q into cos theta അല്ലേ, ഈക്വൽ ടു 8 ആണ്. ഇതൊന്ന് സ്ക്വയർ ചെയ്താൽ അപ്പോൾ 64 is equal to റൂട്ട് പിന്നെ റൂട്ട് എഴുതണ്ട, സ്ക്വയർ ചെയ്താൽ പിന്നെ റൂട്ട് എഴുതണ്ട. അപ്പോൾ എഫ് സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2 എഫ് ഇൻറ്റു ക്യൂ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂ ബൈ എഫ് ആണ്. എഫ് എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 64 is equal to എഫ് സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2 അല്ല മൈനസ് 2 ക്യൂ ഇൻറ്റു ക്യൂ സ്ക്വയർ എന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഈ ക്യൂവിന് നമ്മളിവിടെ ക്യൂ എന്ന് പറഞ്ഞത് 16 മൈനസ് എഫ് അല്ലേ, അത് നമ്മൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 64 is equal to എഫ് സ്ക്വയർ പ്ലസ് ക്യൂവിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 16 മൈനസ് എഫ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൈനസ് 2 ക്യൂ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പം അല്ല 2 ക്യൂവിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 2f ഇൻറ്റു ക്യൂ അല്ലേ. ഇപ്പം കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എഫ് ആണ് അല്ലേ. അപ്പോൾ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് സ്ക്വയർ ക്യാൻസൽ ചെയ്യും, പിന്നെ ഇങ്ങനെ വരും 2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? ഈ ക്യൂവിന് 16 മൈനസ് എഫ് എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? 64 is equal to എഫ് സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 മൈനസ് എഫ് അതിൻ്റെ സ്ക്വയർ മൈനസ് 2 ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ എന്ത് ചെയ്യാം? ഇത് എഫ് സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2 ക്യൂ സ്ക്വയർ അല്ല, അപ്പം മൈനസ് ക്യൂ സ്ക്വയർ എന്നേ വരുള്ളൂ. സോ ഇനി എഫ് സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയറിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 16 മൈനസ് എഫ് എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 64 is equal to ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പം 16 സ്ക്വയർ 256 പ്ലസ് എഫ് സ്ക്വയർ 2 ഇൻറ്റു 16 ഇൻറ്റു എഫ് എന്ന് വരും. ഓക്കെ, സോ 64 is equal to എഫ് സ്ക്വയർ മൈനസ് 256 മൈനസ് എഫ് സ്ക്വയർ പ്ലസ് 32 എഫ് എന്ന് വരും. ഓക്കെ, അപ്പോൾ എഫ് സ്ക്വയറും മൈനസ് എഫ് സ്ക്വയറും ക്യാൻസൽ. സോ 256 പ്ലസ് 64 ഈക്വൽ ടു 32 എഫ് എന്ന് വരും. സോ ഇത് വരിക 320 ആണ്, ഈക്വൽ ടു 32 എഫ്. ദെർഫോർ എഫ് ഇസ് ഈക്വൽ ടു 10. അപ്പോൾ 320 ബൈ
32 എന്ന് വരും. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 10 വരും. ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് നമുക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ടാൻ ആൽഫ അല്ലേ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതായിരിക്കണം നമ്മൾ ചെറുതാക്കി എടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തത് ഇതാണ് അല്ലേ. അപ്പോൾ ഇവിടെ എടുക്കേണ്ടത് എഫ് എന്ന് പറയുന്നത് ഇതാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഇതാണ് ചെറുതായിട്ട്. അപ്പം നമ്മളിപ്പോൾ ചെറുതിനാണ് പെർപെൻഡിക്കുലർ എന്നല്ലേ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത് എഫ് ആയിട്ട് തന്നെ എടുക്കാം നമുക്ക്. ഇത് റിസൾട്ടൻ്റ്, ഇത് വലിയ ഫോഴ്സ്. അല്ലെങ്കിൽ ടാൻ ആൽഫ എന്ന് പറയുന്നത് എഫ് സൈൻ തീറ്റ അല്ല, ഇതാണ് ക്യൂ സൈൻ തീറ്റ ബൈ എഫ് പ്ലസ് ക്യൂ കോസ് തീറ്റ. ഇതാണ് നമുക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റിയത് കേട്ടോ. അതാണ് 90 വരിക. അപ്പം ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തണം നമുക്കിതൊക്കെ. അപ്പോൾ അതാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത് കേട്ടോ. അതായത് നമ്മളിങ്ങനെ പറയില്ലേ, അതായത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ഇത് പി ഇത് ക്യൂ ആണെങ്കിൽ ഈ ഒരു ആംഗിൾ റിസൾട്ടൻ്റ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യാനാണെങ്കിൽ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പം ഇവിടെ വരുന്നത് എഫ് ഇവിടെയാണ് വരേണ്ടത് കേട്ടോ. അതായത് നമ്മുടെ ഈ ചെറിയ ഫോഴ്സ് ഇവിടെയാണ് വരേണ്ടത്. സോ അത് ടാൻ 90 എന്ന് വരുന്നു. സോ ക്യൂ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് ക്യൂ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് ക്യൂ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ബൈ ഇൻഫിനിറ്റി. ക്യൂ സൈൻ തീറ്റ ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ എഫ് പ്ലസ് ക്യൂ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0. ക്യൂ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് എഫ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ബൈ ക്യൂ എന്നാണ് കൊടുക്കേണ്ടത്. കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് എഫ് ബൈ ക്യൂ എന്നാണ് കൊടുക്കേണ്ടത്. നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 8 ന്യൂട്ടൺ എന്തുന്നുണ്ട്. റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എഫ് ഇൻറ്റു ക്യൂ കോസ് തീറ്റ. സോ റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എഫ് ഇൻറ്റു ക്യൂ ഇൻറ്റു ഈ കോസ് തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാം? മൈനസ് എഫ് ബൈ ക്യൂ എന്ന് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യൂ എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യൂ നമുക്ക് ക്യാൻസൽ ചെയ്താൽ ഇതെന്ത് വരും? റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2 എഫ് സ്ക്വയർ എന്ന് വരും. അപ്പം മൈനസ് 2 എഫ് സ്ക്വയറും നമ്മളൊന്ന് ക്യാൻസൽ ചെയ്താൽ റൂട്ട് ഓഫ് ക്യൂ സ്ക്വയർ മൈനസ് എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? 8 എന്ന് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതൊന്ന് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്തുമ്പോൾ 8 സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ മൈനസ് എഫ് സ്ക്വയർ എന്ന് എടുക്കാം നമുക്ക്. അതായത് 64 ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ മൈനസ് എഫ് ആണെങ്കിലോ ക്യൂ സ്ക്വയർ ആണെങ്കിലോ ക്യൂ സ്ക്വയർ ആണെങ്കിൽ 16 മൈനസ് എഫ് ആണ്. അപ്പോൾ 16 മൈനസ് എഫ് സ്ക്വയർ മൈനസ് എഫ് സ്ക്വയർ. അപ്പം 64 ഇസ് ഈക്വൽ ടു 16 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 256 പ്ലസ് എഫ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 16 ഇൻറ്റു എഫ് മൈനസ് എഫ് സ്ക്വയർ. അപ്പോൾ ഈ എഫ് സ്ക്വയറും ഇത് രണ്ടും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇതിങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 32 എഫ് ഇസ് ഈക്വൽ ടു 256 മൈനസ് 64 എന്ന് വരും അല്ലേ. 32 എഫ് ഈ മൈനസ് 32 എഫ് എന്നുള്ള ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് 32 എഫ് ഇസ് ഈക്വൽ ടു 256 മൈനസ് 64 എന്ന് വരും. ഓക്കെ, സോ 32 എഫ് ഇസ് ഈക്വൽ ടു ഇത് എത്ര വരിക? 192. therefore f is equal to 192 by 32 എന്ന് വരും. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുക 6 ആണ്. എഫ് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, 196 അല്ല 192. ഓക്കെ, അപ്പോൾ എഫിൻ്റെ വാല്യൂ 6 കിട്ടി. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 16 ആണ്. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു 16 മൈനസ് എഫ് എന്ന് പറഞ്ഞാൽ 10 കിട്ടും. അപ്പം 6ഉം 10ഉം ആണ് ആ ഒരു ഫോഴ്സുകൾ. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ ചെറിയ ഫോഴ്സും 10 എന്ന് പറയുന്നത് വലിയ ഫോഴ്സും. അപ്പോൾ ഏതാ ഓപ്ഷൻ? 10 ആൻഡ് 16. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 10 ആൻഡ് 16 ഓപ്ഷൻ എ ഇസ് ദ
റൈറ്റ് ആൻസർ. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ പറ്റിപ്പോയി. നമ്മൾ ആ ഒരു ഡയറക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം, വിച്ച് പെയർ ഓഫ് ദ ഫോളോയിങ് ഫോഴ്സസ് വിൽ നെവർ ഗീവ് റിസൾട്ടൻറ്റ് ഫോഴ്സ് 2 ന്യൂട്ടൺ? നമ്മൾ താഴെ പറയുന്നതിൽ റിസൾട്ടൻറ്റ് 2 ന്യൂട്ടൺ തരാത്തത്. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് കൊണ്ട് ഉണ്ടാക്കാവുന്ന മാക്സിമം പോസിബിൾ റിസൾട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ P+Q ആണ്. മിനിമം പോസിബിൾ റിസൾട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ P-Q ആണ്. അപ്പം P+Qനേക്കാളും വലുതും P-Qനേക്കാളും ചെറുതും ഉണ്ടാവില്ല. അപ്പം നമ്മളെ കയ്യിൽ 2ഉം 2ഉം നോക്കുക. അപ്പോൾ 2ഉം 2ൻ്റെ മാക്സിമം എന്താണ്? 2+2. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 മുതൽ 4 ആണ്. ഓപ്ഷൻ എൻ്റെ മാക്സിമം 4ഉം മിനിമം 0 ആണ്. ബീൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ 2ഉം മിനിമം എന്ന് പറഞ്ഞാൽ 0 ആണ്. സീൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ 4ഉം മിനിമം എന്ന് പറഞ്ഞാൽ 2 ആണ്. ഡീൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ 1 + 4 5ഉം 4 - 1 3യുമാണ്. ഓക്കെ, അപ്പോൾ D 3 to 5 റേഞ്ചിലാണ് വരിക. അപ്പോൾ ഇതിലൊക്കെ എന്ത് വരുന്നുണ്ട്? 2 വരുന്നുണ്ട്. 2 ഉണ്ടാക്കാം. എന്നാൽ മറ്റ് 3, 4, 5 ആ റേഞ്ചിലേ എന്ത് വരുള്ളൂ? ഡീൻ്റെ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഡി കൊണ്ട് നമുക്ക് ഒരിക്കലും 2 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഒരു റിസൾട്ടൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം യൂസിങ് 2 വെക്ടേഴ്സ് ദ മാക്സിമം പോസിബിൾ റിസൾട്ടൻറ്റ് ഈസ് P+Q ആൻഡ് മിനിമം പോസിബിൾ റിസൾട്ടൻറ്റ് ഈസ് P-Q. അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതായത് P+Qനേക്കാളും വലുത് നമുക്ക് പറ്റില്ല, P-Qനേക്കാളും ചെറുത് പറ്റില്ല. അപ്പോൾ അതായത് രണ്ട് വെക്ടേഴ്സ് കൊണ്ട് ഉണ്ടാക്കാവുന്ന വെക്ടേഴ്സിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ P+Qൻ്റെയും P-Qൻ്റെയും ഇടയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം 15. എ പ്ലെയിൻ ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദ എർത്ത് വിത്ത് സ്പീഡ് 100 km/h അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ഫ്രം ദ സർഫേസ് ഓഫ് ദ എർത്ത്. ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ആസ് ഇറ്റ് ട്രാവൽ ഹാഫ് സർക്കിൾ. ഇങ്ങനെയാണ് ഹാഫ് സർക്കിളിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് V ആണ്, ഇതും V ആണ്. ഈ രണ്ട് വികൾ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2V sin θ/2. 2V sin θ/2. അപ്പോൾ ഈ കേസിലാണെങ്കിൽ ഹാഫ് സർക്കിളാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 180 ആണ്. സോ 2 × V sin 180/2 അല്ലേ? ഇപ്പോൾ 2 × V sin 180/2 എന്ന് പറഞ്ഞാൽ sin 90 ആണ്. sin 90 എന്താണ്? 1 ആണ്. സോ 2V ആണ്. സോ ഇവിടെ V എത്ര വാല്യൂ വരുന്നത്? 100 ആണ് അല്ലേ? സോ 2 × 100 200 km/h. ഓക്കെ, അപ്പം ചേഞ്ച് ഇൻ വെലോസിറ്റിൻ്റെ ഒരു ഇക്വേഷനാണ്. ഒരു യൂണിഫോം സർക്കുലാർ മോഷനിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇഫ് 2 ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി തന്നിട്ടുണ്ട്, അവർ തമ്മിലുള്ള ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2V sin θ/2. ഓക്കെ, അപ്പം 2V sin 180/2 180/2 എന്ന് പറഞ്ഞാൽ 90 ആണ്. 2V, അപ്പം 2V sin 90. അപ്പം V എത്ര തന്നിട്ടുള്ളത്? 100 ആണ്. 2 × 100 200 km/h ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, സോ അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്കിനി പിന്നെയുള്ള സെഷനിൽ ചെയ്യാം. ഓക്കെ, ബാക്കി നമുക്കിനി അടുത്ത സെഷനിൽ ചെയ്യാം. ബൈ.